ഒരവസരം കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? നിങ്ങളുടെ പാതി വഴിയിൽ നിന്ന് പോയ പഠനം പുനരാരംഭിക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ. വെറും 6 മാസം കൊണ്ട് നിങ്ങൾക്കും നേടാം SSLC, +2 തോറ്റവർക്ക് തോറ്റ വിഷയങ്ങൾ എഴുതിയെടുക്കാവുന്നതാണ്. PSC, UPSC അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ബാച്ചുകൾ, ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകളുടെ സൗകര്യവും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ, NSS കോളേജ് റോഡ്, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. വെൽക്കം ടു മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ ഓൺലൈൻ ക്ലാസ്സസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബിസിനസ് സ്റ്റഡീസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റത്തെ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ അതെന്താണെന്നും അതിൻ്റെ ആൻസർ എന്താണെന്നും പറഞ്ഞു. ഇനി നമ്മൾ 6ാമത്തെ ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. 6ാമത്തെ ക്വസ്റ്റ്യന് ഡാഷ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ഫ്യൂച്ചർ. അതായത് നമ്മൾ എന്താണ് ഇവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണല്ലേ. ഡാഷ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ഫ്യൂച്ചർ. നമ്മൾ ഭാവിയിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതിന് നമ്മൾ എന്താ പറയുക? ഓപ്ഷൻസ്: ഓർഗനൈസിങ്, പ്ലാനിങ്, കൺട്രോളിങ് ആൻഡ് ബഡ്ജറ്റ്. എന്തായിരിക്കും? പ്ലാനിങ് ആയിരിക്കും അല്ലേ. പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ഫ്യൂച്ചർ. നമ്മൾ ഫ്യൂച്ചറിൽ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നമ്മൾ ഓൾറെഡി കണക്ക് കൂട്ടി മുൻകൂട്ടി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെക്കുന്നതിന് നമ്മൾ പറയുന്ന പേരെന്താണ്? പ്ലാനിങ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, പ്ലാനിങ്. ഓക്കെ, ഇനി അതിൽ ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് നെയിം ദ ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് വിച്ച് ഇൻവോൾവ്സ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഡെവലപ്പിംഗ് അപ്രോപ്രിയേറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ടു അച്ചീവ് ദീസ് ഒബ്ജക്റ്റീവ്സ്. അതായത് ചോദിക്കുന്നത് എന്താണ്? ഇവിടെ നമ്മളോട് ഒരു മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തിൻ്റെ? അതായത് സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഡെവലപ്പിംഗ് അപ്രോപ്രിയേറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ടു അച്ചീവ് ദീസ് ഒബ്ജക്റ്റീവ്സ്. അതായത് നമ്മൾ ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി നമ്മളൊരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക. നമ്മൾ ലക്ഷ്യം സെറ്റ് ചെയ്യുകയും ആ ലക്ഷ്യം അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോഴ്സ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോഴ്സ് ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ വേസ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള വഴികൾ അല്ലെങ്കിൽ അതെങ്ങനെ നേടിയെടുക്കുമെന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നതിനെയൊക്കെ നമ്മൾ എന്താണ് അല്ലെങ്കിൽ ആ ഒരു മാനേജ്മെൻറ്റ് ഫംഗ്ഷനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ എന്തായിരിക്കും? പ്ലാനിങ് തന്നെ ആയിരിക്കും അല്ലേ. പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭാവിയിൽ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുകയും അത് നേടിയെടുക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നതിനാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി, പ്ലാനിങ് എന്ന് തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലിമിറ്റേഷൻ ഓഫ് പ്ലാനിങ്. താഴെ കൊടുത്ത പോയിന്റ്സിൽ പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻ അല്ലാത്ത പോയിന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, 4 പോയിന്റ്സ് ആണ്. ഓപ്ഷൻ എ റിജിഡിറ്റി, ഓപ്ഷൻ ബി പ്രോബബിലിസ്റ്റിക്, ഓപ്ഷൻ സി എക്സ്പെൻസീവ്, ഓപ്ഷൻ ഡി ടൈം സേവിങ്. അപ്പോൾ എന്താണ്? നമുക്കറിയാം നമ്മൾ പ്ലാനിങ് എന്താണ്, പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻ എന്താണെന്നൊക്കെ പഠിച്ചതാണ്. അതിൽ റിജിഡിറ്റി, പ്രോബബിലിസ്റ്റിക്കും എക്സ്പെൻസീവ് ഒക്കെ എന്താണ്? പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻ ആണ്. അപ്പോൾ ടൈം സേവിങ് എന്ന് പറഞ്ഞ സാധനം എന്താണ്? ആ പോയിന്റ് ആണ് എന്ത്? ഇതിൻ്റെ ലിമിറ്റേഷൻ അല്ലാത്ത പോയിന്റ് ആയിട്ട് വരുന്നത്. സോ എന്താണ്? ടൈം സേവിങ്, അതായത് ഓപ്ഷൻ ഡി ടൈം സേവിങ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് The government of India introduced radical changes in economic policies in the year. അതായത് നമ്മളുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എക്കണോമിക് പോളിസിയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ചതാണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഇപ്പോൾ പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്ന് അത് ഏത് ഇയറിലാണെന്നാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഏത് വർഷത്തിലാണ് അത്തരത്തിലുള്ള റാഡിക്കലായിട്ടുള്ള ചേഞ്ചസ് എക്കണോമിക് പോളിസീസിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നത് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് 1991 ആണ് കേട്ടോ. ഓപ്ഷൻ സി 1991. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അതിൽ തന്നെ 8ാമത്തെ ക്വസ്റ്റ്യനിൽ തന്നെ വരുന്ന ഓൾ ക്വസ്റ്റ്യൻ ആണ് ദ ഡിസിഷൻ ഡിറ്റർമൈൻസ് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഫിനാൻഷ്യൽ റിസ്ക് ഓഫ് എൻ്റർപ്രൈസസ്. അതായത് നമ്മളുടെ ബിസിനസ്സിൽ അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിസ്ക് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്ന ആ ഡിസിഷന് പറയുന്ന പേരെന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിസ്കിനൊക്കെ കുറിച്ച് ഡിറ്റർമൈൻ ചെയ്യുന്ന ഡിസിഷനെ നമ്മൾ പറയുന്ന പേരാണ് ഫിനാൻസിങ് ഡിസിഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ ഇതിൽ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഫിനാൻസിങ് ഡിസിഷൻ ആണ്. ഡിവിഡൻഡ് ഡിസിഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുക അല്ലേ. നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം ഓർഗനൈസേഷനിൽ റീറ്റെയിൻ ചെയ്യുന്നതുമായിട്ടൊക്കെ ഉള്ള ഡിസിഷനെയാണ് നമ്മൾ ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ബഡ്ജറ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോങ് ടേം അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസിഷനെയാണ് നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനെയാണ് അത് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഡിസിഷനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഡിസിഷൻ ആണല്ലേ. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിസ്ക്കും ഒക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഡിസിഷനെ നമ്മൾ പറയുന്ന പേര് ഫിനാൻസിങ് ഡിസിഷൻ എന്നാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് 9th ക്വസ്റ്റ്യൻ. റെസ്പോൺസിബിലിറ്റി ഓഫ് എ ബിസിനസ് ടുവാർഡ്സ് ഷെയർ ഹോൾഡേഴ്സ് ഓർ ഓണേഴ്സ് ഇൻക്ലൂഡ്സ്. അതായത് നമ്മൾ ബിസിനസ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി പഠിച്ചിട്ടുണ്ട് അല്ലേ. ബിസിനസ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി അതുപോലെ തന്നെ ബിസിനസ് എത്തിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ബിസിനസ്സിൻ്റെ ഓരോ ഗ്രൂപ്പിനോട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കൺസ്യൂമേഴ്സിനോട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഓണേഴ്സിനോട് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിനോട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, എംപ്ലോയീസിനോടുള്ള റെസ്പോൺസിബിലിറ്റി പഠിച്ചു, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിനോടുള്ള റെസ്പോൺസിബിലിറ്റി പഠിച്ചു. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് എന്താണ്? റെസ്പോൺസിബിലിറ്റി ഓഫ് എ ബിസിനസ് ടുവാർഡ്സ് ദ ഷെയർ ഹോൾഡേഴ്സ് ഓർ ഓണേഴ്സ്. അതായത് ബിസിനസ്സിന് ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ അവരുടെ ഓണേഴ്സ്, ഷെയർ ഹോൾഡേഴ്സും ഓണേഴ്സൊക്കെ ഒന്ന് തന്നെയാണ് അല്ലേ. ഷെയർ ഹോൾഡേഴ്സിനോട് റെസ്പോൺസിബിലിറ്റി എന്താണ്? താഴെ കൊടുത്ത പോയിന്റ്സിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 4 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ടു എൻഷുർ സേഫ്റ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അവർ ഇൻവെസ്റ്റ് ചെയ്ത അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് സേഫ്റ്റി, അതായത് അതിന് സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നുള്ളത്. ദെൻ ടു പ്രൊവൈഡ് റെഗുലർ കറക്റ്റ് ആൻഡ് ആഡ്വക്കേറ്റ് ഇൻഫർമേഷൻ ഓൺ ദ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ്. അവരുടെ ഫിനാൻഷ്യൽ ആസ്പെക്ട്സിനെ കുറിച്ച് കറക്റ്റ് റെഗുലർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ദെൻ ടു പ്രൊവൈഡ് ഫെയർ ആൻഡ് റെഗുലർ ഡിവിഡൻഡ്. കറക്റ്റായിട്ട് അവർക്ക് ഡിവിഡൻഡ് കൊടുക്കുക എന്നുള്ളത്. 4ാമത്തെ പോയിന്റ് ടു പ്രൊവൈഡ് സർവീസസ് സച്ച് ആസ് എ ഹൗസിംഗ്, മെഡിക്കൽ കെയർ, റിക്രിയേഷൻ എക്സെട്ര. ഓക്കെ, ഈ 4 പോയിന്റ്സിലും ഷെയർ ഹോൾഡേഴ്സിനോടുള്ള റെസ്പോൺസിബിലിറ്റി ഏതാണ്? ഫസ്റ്റത്തെ 3 ആണ് അല്ലേ. ഇത് ആരോടുള്ളതാണ്? പ്രൊവൈഡ് സർവീസ് സച്ച് ആസ് എ ഹൗസിംഗ്, മെഡിക്കൽ കെയർ, റിക്രിയേഷൻ. അതായത് ഹൗസിംഗ് ഫെസിലിറ്റി, റിക്രിയേഷൻ ഫെസിലിറ്റി, അതുപോലെ മെഡിക്കൽ കെയർ ഒക്കെ നമ്മൾ എംപ്ലോയീസിന് കൊടുക്കുന്ന റെസ്പോൺസിബിലിറ്റി ആണ് അല്ലേ. അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് എംപ്ലോയീസിനോടുള്ള റെസ്പോൺസിബിലിറ്റി ആണ്. സോ എന്താണ്? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഈ 3 ഉത്തരങ്ങളുമാണ് എന്ത്? നമ്മൾ ഷെയർ ഹോൾഡേഴ്സിനോടുള്ള റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ആൻസർ ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ ഡി 1, 2 ആൻഡ് 3 ഓൺലി ആയിരിക്കും അല്ലേ. അപ്പോൾ അതാണ് 9th ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 1, 2, 3 ഓൺലി. ഓക്കെ, അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അതിൽ ഓർ ക്വസ്റ്റ്യൻ ആണ്. ദ സൈസ് ഓഫ് അസെറ്റ്, ദ പ്രോഫിറ്റബിലിറ്റി ആൻഡ് കോമ്പറ്റീറ്റീവ്നെസ് ആർ ആൾ അഫക്റ്റഡ് ബൈ. അതായത് കുറച്ച് ഡിസിഷൻസ് ആണ് ഓപ്ഷൻസിൽ തന്നിട്ടുള്ളത്. അതിൽ നമ്മളുടെ അസറ്റിൻ്റെ സൈസ്, അതുപോലെ തന്നെ നമ്മൾ പ്രോഫിറ്റബിലിറ്റി, കോമ്പറ്റീറ്റീവ്നെസ് ഇതെല്ലാം അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതൊക്കെ അഫക്റ്റ് ചെയ്യുന്ന ഡിസിഷൻ ഈ താഴെ പറയുന്നവൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായിരിക്കും? അസറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലോങ് ടേം അസറ്റിനെ കുറിച്ചൊക്കെ ഉള്ള ഡിസിഷനെ നമ്മൾ എന്താ പറയല്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ ആണ്. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ടു ഡേ എക്സ്പെൻസ് അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള എക്സ്പെൻസും അതുപോലെ തന്നെ കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? സൈസ് ഓഫ് അസറ്റ്, അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി, കോമ്പറ്റീറ്റീവ്നെസ് അതെല്ലാം വരുമ്പോൾ അതിനൊക്കെ പറയുന്ന ഡിസിഷൻ എന്താണ്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ ആണ്. ഫിനാൻസിങ് ഡിസിഷൻ എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫിനാൻഷ്യൽ റിസ്ക്കും അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലൊക്കെ വരുന്ന ഡിസിഷനെയാണ് നമ്മൾ ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഡിവിഡൻഡ് ഡിസിഷൻ എന്താണെന്ന് നമ്മൾ ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്നായിരിക്കും. ഓക്കെ, ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. The capital structure of a firm refers as a choice of that combination of. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ? ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ ഫേം. ഒരു ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചോദിക്കുന്നത്? ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ ഫേം റെഫേഴ്സ് ആസ് എ ചോയ്സ് ഓഫ് കോമ്പിനേഷൻ ഓഫ്, ആസ് എ ചോയ്സ് ഓഫ് ദാറ്റ് കോമ്പിനേഷൻ ഓഫ്. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ തമ്മിലുള്ള 2 സാധനങ്ങളുടെ കോമ്പിനേഷൻ ആണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷനായിട്ട് പറയുന്നത് ഫിക്സഡ് അസറ്റ് ആൻഡ് കറണ്ട് അസറ്റ്, ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി, ഡിവിഡൻഡ് ആൻഡ് വെൽത്ത്, ക്യാപിറ്റൽ ആൻഡ് പ്രോഫിറ്റ്. അപ്പോൾ ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ആണ് കേട്ടോ. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ആണ്. അതായത് നമ്മളുടെ കടം വാങ്ങിയ പൈസയും അതുപോലെ തന്നെ നമ്മളുടെ സ്വന്തം പൈസ, അതായത് നമ്മളുടെ ബിസിനസ്സിൽ കടം ബോറോഡ് ഫണ്ടും അതുപോലെ തന്നെ ഓൺഡ് ഫണ്ടിൻ്റെയും ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഡെപ്റ്റ്, അതായത് കടം വാങ്ങുന്നത്. അതുപോലെ തന്നെ ഇക്വിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തം ഉടമസ്ഥ പണം എന്നൊക്കെ പറയും. അപ്പോൾ അതാണ് ഓപ്ഷൻ ഡി ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസിൽ 10 ക്വസ്റ്റ്യൻസ്. അതായത് ഫസ്റ്റ് നമ്മൾ 5 ക്വസ്റ്റ്യൻസ്, പിന്നെ നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.